സുഹൃത്തുക്കളെ, വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ. ഇന്ന് അന്തരീക്ഷത്തിൽ കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ മലയാള ചലച്ചിത്ര ലോകമാണ് എങ്ങും സംസാര വിഷയം. പത്ര ദൃശ്യ മാധ്യമങ്ങൾക്ക് ഉപരി വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും സിനിമാ ലോകത്തെ ഈ സദാചാരം ചികയുകയാണ് എല്ലാവരും. ശക്തി കുറഞ്ഞ അവസ്ഥയിലാണെങ്കിലും ചില ചലച്ചിത്ര പ്രവർത്തകർ, പ്രത്യേകിച്ചും നടീനടന്മാർ, പ്രതിരോധവുമായി രംഗത്തുണ്ട്. സിനിമാ ലോകത്ത് മാത്രമല്ലല്ലോ സ്ത്രീപീഡനം എന്ന ചോദ്യമാണ് അവർക്ക് ആകെ തിരിച്ചു ചോദിക്കാനുള്ളത്. മഹാനടൻ അമ്മയുടെ പ്രസിഡൻ്റായ മോഹൻലാൽ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞതും ഇതുതന്നെ. ഇവിടെ മാത്രമല്ലല്ലോ സ്ത്രീ പീഡനം. നിങ്ങൾ തയ്യാറായി വന്നിരിക്കുകയാണ് പത്രലേഖകർ, നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടാകാം, പക്ഷേ എൻ്റെ അടുത്ത് ഉത്തരങ്ങളില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ് ഒഴിഞ്ഞത്. സിനിമാ പ്രവർത്തകരെ, പ്രത്യേകിച്ചും മലയാള സിനിമാ പ്രവർത്തകരെ സമൂഹ മധ്യത്തിൽ തന്നെ സദാചാര വിരുദ്ധരായി ചിത്രീകരിച്ചത് ആരാണെന്ന് നമുക്ക് നോക്കാം. ആരാണ് ശരിക്ക് അങ്ങനെ ചിത്രീകരിച്ചത്? മാധ്യമങ്ങളും ജനങ്ങളുമാണോ? അല്ലേ അല്ല എന്നാണ് ഉത്തരം. ആ പാപക്കറ പുരണ്ടിരിക്കുന്നത് സിനിമാക്കാരിൽ തന്നെയാണെന്നുള്ളതാണ് വാസ്തവം. വിശദീകരിച്ച് പറയുകയാണെങ്കിൽ സംവിധായകരിലും എഴുത്തുകാരിലും. അതിൽ മുന്നിൽ നിൽക്കുന്നത് ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന ഒരു സിനിമയുണ്ട് എന്ന ചിത്രമാണ്. ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്. 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് സിനിമ വന്നത്. KG ജോർജായിരുന്നു സംവിധായകൻ. മലയാള സിനിമയിലെ ദുർഗന്ധപൂരിതമായ അകത്തളങ്ങളിലേക്ക് വാതിൽ തുറന്നത് ആത്മഹത്യ ചെയ്ത ദേശീയ സംസ്ഥാന പുരസ്കാര ജേതാവായ ശോഭയുടെ ജീവിതം അടിസ്ഥാനമാക്കിയാണെന്നാണ് അന്ന് വാർത്തകൾ നിറഞ്ഞ ഒരു കാര്യം. ഈ ചിത്രം എന്നത് ഇങ്ങനെയായിരുന്നു ഈ ചിത്രം എന്നത്. ഈ വൃത്തികേടിൻ്റെ ആക്കം കൂട്ടുന്നു, ആഴം കൂട്ടുന്നു. അഭിനയിക്കാൻ ആഗ്രഹിച്ചെത്തിപ്പെടുന്ന പെൺകുട്ടികളെ പെൺകുട്ടികളുടെ ദുരവസ്ഥകളും ചലച്ചിത്ര ലോകത്തെ ആണുങ്ങളുടെ മൃഗീയമായ മേൽക്കോയ്മയും എല്ലാം ഏതാണ്ട് 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ജനങ്ങളെ കാണിച്ചു എന്നത് ഒരേ സമയം മലയാള സിനിമയുടെ ഔന്നത്യവും അതേസമയം അശ്ലീലതയും അന്നേ തുറന്നു കാട്ടിയതാണ്. നമ്മുടെ 80കളിലെ കുടുംബങ്ങളുടെ പ്രിയ സംവിധായകനായിരുന്നു ബാലചന്ദ്രമേനോൻ്റെ ചിരിയോ ചിരി എന്നൊരു ചിത്രത്തിൽ ചില കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. നടിമാരുടെ തനിനിറം അതിൽ കാണിക്കുന്നുണ്ട്. മേനോൻ്റെ ഒരു കഥാപാത്രത്തിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി മുറി കിട്ടാൻ വേണ്ടി മാത്രം അയാളോട് ഇഴുകിച്ചേർന്ന ഒരു നടിയായി അഭിനയിച്ചിരുന്നത് മലയാളത്തിലെ അനശ്വരയായ സുകുമാരിയാണ്. സുകുമാരിയുടെ വാക്കുകേട്ട് മദ്രാസിൽ സിനിമാഭിനയത്തിന് എത്തിച്ചേർന്ന ബാലചന്ദ്രമേനോനെയും മണിയമ്പിള്ള രാജുവിൻ്റെയും കഥാപാത്രങ്ങളെ സുകുമാരി പിന്നീട് കണ്ട ഭാവം പോലും നടിക്കുന്നില്ല. കാര്യം കാണാൻ വേണ്ടി ഞങ്ങൾ സിനിമാക്കാർ പലതും പറയും, പലതും ചെയ്യും എന്ന സുകുമാരിയുടെ കഥാപാത്രം അതിൽ പറയുന്നുമുണ്ട്. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ബെസ്റ്റ് ആക്ടർ എന്ന ചിത്രത്തിൽ സലീം കുമാറിൻ്റെ കഥാപാത്രം പറയുന്നത് തികഞ്ഞ അശ്ലീല കോമഡിയാണ്. മദ്രാസിൽ പോയതുകൊണ്ട് ആകെ കിട്ടിയത് ഒരു കൊച്ചിനെയാണ് എന്ന് വിവരിക്കുന്ന ഒരു നടി അതിൽ ഉണ്ട്. പിന്നെ മാത്രമല്ല, അതുപോലെ പ്രജാപതി എന്ന ഒരു ചിത്രമുണ്ട്. അതിൽ മമ്മൂട്ടിയായിരുന്നു നായകൻ. അതിലുമുണ്ട് അല്പനേരത്തേക്ക് വരുന്ന ഒരു നടിയുടെ ഷൂട്ടിങ്ങിന് വരുന്ന ഒരു നടിയുടെ കാര്യം. വീട്ടിലെ നായകനായ മമ്മൂട്ടിയെ കഥാപാത്രത്തോടെ കൊഞ്ചിക്കൊഴിയുകയും ഇവൾ ശരിയല്ലെന്ന് അവസാനം മറ്റു സ്ത്രീ കഥാപാത്രങ്ങളെ കൊണ്ട് മമ്മൂട്ടിയുടെ കഥാപാത്രം പറയിക്കുന്നുണ്ട്. ഇതിലും രചനയും സംവിധാനം നിർവഹിച്ചത് ഈയിടെ വിവാദ പുരുഷനായി മാറിയ നമ്മുടെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷൻ രഞ്ജിത്ത് തന്നെയാണ്. രഞ്ജിത്തിൻ്റെ തന്നെ ആദ്യകാല സംവിധാന സംരംഭങ്ങളിൽ ഒന്നായ തിരക്കഥ എന്ന തിരക്കഥാ ലോകത്തെ ജീവിതം തന്നെയാണ്.
അതിൽ നായിക പ്രിയാമണിയോടൊപ്പം മദ്യപിച്ച് നിർമ്മാതാവ് കയ്യിൽ കയറി പിടിച്ച് തന്നോട് തൻ്റെ ആഗ്രഹം അറിയിക്കുന്നു. അത് നടക്കില്ലെന്ന് മുഖത്ത് നോക്കി പറഞ്ഞ നായികയെ അപ്പം തന്നെ പറഞ്ഞു വിടുകയും എക്സ്ട്രാ നടിയെ തുടർന്ന് അദ്ദേഹം അന്വേഷിക്കുന്നതുമായ ഒരു രംഗമുണ്ട്. അപ്പോൾ പ്രതിരോധിച്ചാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് വ്യക്തം. ഇനി ജയസൂര്യയും സമീപകാലത്ത് അനുപമേനോനും അഭിനയിച്ച ചിത്രമായ ഹോട്ടൽ കാലിഫോർണിയയിൽ നടിയായി അഭിനയിക്കുന്ന ഹണി റോസിനെ ഒരു പണക്കാരന് വേണ്ടി 2 മണിക്കൂർ നേരത്തേക്ക് ഏർപ്പാടാക്കുന്നത് തന്നെ മറ്റൊന്നിനുമല്ല. കലാഭവൻ മണിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയെടുത്ത ചാലക്കുടിക്കാരൻ ചങ്ങാതിയിൽ രമേഷ് പിഷാരുടെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന കഥാപാത്രം എക്സ്ട്രാ നടിയോട് കാണിക്കുന്ന താല്പര്യം ഇതൊക്കെ തന്നെയല്ലേ അവരുടെ കൂടെ അന്ന് ആ കഥാപാത്രത്തിൻ്റെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇതിൻ്റെ കൂടുതൽ ആഴം കാണിക്കുന്നു. മുരളിഗോപി ഇന്ദ്രജിത്ത് എന്നിവർ മുഖ്യ വേഷങ്ങളിലെത്തി വിവാദങ്ങൾ ഏറെ സൃഷ്ടിച്ച ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന ചിത്രത്തിലെ സീരിയൽ നടനും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനുമായ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ കഥാപാത്രം സീരിയൽ നടിയെ കണ്ട് വായിൽ വെള്ളമിറക്കുന്നു. അവളെ ശരിയാക്കി കൊടുക്കാൻ ഇത്തരുണത്തിൽ അദ്ദേഹം ആവശ്യപ്പെടുന്നുമുണ്ട്. ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത മറ്റൊരു ചിത്രമാണ് സോൾട്ട് ആൻഡ് പെപ്പർ. ഈ ചിത്രത്തിലും ഇക്കിളി പരാമർശങ്ങൾ ധാരാളം ഉണ്ട്. വഴിയിൽ നിന്ന് വിഷ് ചെയ്ത ഒരു പെൺകുട്ടിയോടെ അവരുടെ നമ്പർ വാങ്ങിക്കൊടുക്കുവാൻ നായകൻ കൂടെയുള്ള അവരോട് പറയുന്നുണ്ട്. ദിലീഷ് പോത്തൻ ശ്വേതാമേനനെ തൻ്റെ എസ്റ്റേറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാമെന്നും സെക്സ് വേണമെന്നും തുറന്നു പറയുന്നുമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മെ പഠിപ്പിച്ചത് തന്നെ സിനിമ രചയിതാക്കളും തിരക്കഥ രചയിതാക്കളും തന്നെയാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള വിവരം നമ്മളെ അറിയിക്കുന്നത്. ഇതൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. ഇനി നമ്മൾക്ക് ഇപ്പോൾ വിഷയത്തിലേക്ക് കൂടുതലായിട്ട് വരികയാണെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് വെറുമൊരു കമ്മിറ്റിയാണ്. ഇതിനൊരു ജുഡീഷ്യൽ അധികാരമൊന്നുമില്ല. എന്തുകൊണ്ട് അവരൊരു ജുഡീഷ്യൽ കമ്മിറ്റിക്ക് പകരം ഹേമ കമ്മീഷനാക്കിയില്ല? ജുഡീഷ്യൽ പവേഴ്സുള്ള ഒരു കമ്മീഷനാക്കിയില്ല. അപ്പോൾ അവിടെ തന്നെ തുടങ്ങുന്നു ഇതിലെ വിരോധാഭാസങ്ങൾ, പൊരുത്തക്കേടുകൾ. അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ആധികാരികത ഉണ്ടാകുമായിരുന്നു, നിയമസാധുത ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ആരൊക്കെയോ അങ്ങനെ നിയമസാധുത വേണ്ട എന്ന് ആദ്യമേ തന്നെ ആഗ്രഹിച്ച് കാണാം എന്ന് നമ്മൾ കരുതേണ്ടി വരും. അനേകം ആളുകൾ ഈ കമ്മിറ്റിയിൽ ഫോണിലും ഓൺലൈനിലും നേരിട്ടും രഹസ്യമൊഴികൾ കൂട്ടിയും കിഴിച്ചും പരത്തിയും ഒടിച്ചു മടക്കി ഒക്കെ പറഞ്ഞ നടിമാർ എന്തുകൊണ്ടാണ് തങ്ങളുടെ മൊഴികളിൽ ഒപ്പുവെക്കാതിരുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവരുടെ മൊഴികളിൽ ഈ കമ്മിറ്റി ഒപ്പുവെപ്പിക്കാതിരുന്നത്? അതും ആലോചന വിഷയമാണ്. നമുക്ക് അന്വേഷിക്കണം അതിനെപ്പറ്റി. തുടർന്ന് ഒരു നിശ്ചിത ഡേറ്റിൽ കൂടുതൽ വിവരശേഖരണത്തിന് വേണ്ടി വരാൻ ഈ നടികളെയെല്ലാം കമ്മിറ്റി നിർദ്ദേശിച്ചു. ആ ദിവസവും ഏതാണെന്ന് വ്യക്തമാക്കി. പക്ഷേ ഈ 64 പേരും നടികളും നേരത്തെ രഹസ്യമൊഴി പലപ്പോഴായി കൊടുത്ത ആരും ആ ഡേറ്റിലെത്തിയില്ല. കാരണം എന്താണ് നമുക്ക് ആലോചിക്കാം. മീഡിയകളുമൊക്കെ തങ്ങളുടെ ക്യാമറകളുമായി ആരൊക്കെയാണ് വരുന്നത്, ആരൊക്കെയാണ് ഇവർ ഇവർ പീഡിപ്പിക്കപ്പെട്ടോ എന്നുള്ളത് അവരുടെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കാൻ കാത്തു നിൽക്കുമെന്ന് ഇവർക്ക് അറിയാമായിരുന്നു. അങ്ങനെ നേരിലെത്തിയാൽ ഐഡൻറ്റിറ്റി നഷ്ടമാകുമെന്ന് ഈ നടിമാർക്കും അറിയാമായിരുന്നു. മീഡിയ ചോർത്തും എന്തായാലും അപ്പോൾ അവർക്ക് തങ്ങളുടെ ഇമേജ് പ്രശ്നമാണ്. ഇതിനെ നമ്മൾ ചാത്തനേർ എന്ന് വിശേഷിപ്പിക്കാം. തങ്ങളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തില്ല, പക്ഷേ കുറ്റവാളികൾ അല്ലെങ്കിൽ തങ്ങളുടെ എതിരാളികളെ വീഴ്ത്തുകയും ചെയ്യാം. ചിലപ്പോൾ ഇവർ പറയുന്നതൊക്കെ ശരിയായിരിക്കും, നമുക്കറിയില്ല. അതായത് ഒരേ സമയം അച്ഛൻ്റെ മടിയിൽ കിടക്കുകയും പെറ്റമ്മയുടെ മുലപ്പാൽ കുടിക്കുകയും വേണമെന്ന ഒരു രീതിയുണ്ട്. ഇതിന് നമ്മൾ ചാത്തനേർ എന്ന് പറയാം. തങ്ങളുടെ ഐഡൻറ്റിറ്റി വെളിവാക്കുകയില്ല, എന്നാൽ കാര്യം നടക്കുകയും ചെയ്യും. ചാത്തനേർ എന്ന് പറഞ്ഞാൽ അറിയാൻ പാടില്ലേ, ചില ശത്രുക്കൾ, ഭീരുക്കളായ ചില ആൾക്കാർ അവർ തങ്ങളുടെ ശത്രുക്കൾക്ക് നേർക്ക് വീടിന് കല്ലെറിയും രാത്രി. എന്നിട്ട് ചാത്തനാണ് എറിഞ്ഞത് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യും. അവർ ഭീരുക്കളാണ്. അതേപോലെ തന്നെയല്ലേ ഇവർ? എന്തുകൊണ്ട് ഐഡൻറ്റിറ്റി ഇവർ വ്യക്തമാക്കുന്നില്ല? ഈ 64 ധൈര്യവതികളിൽ മുൻനിര നടികൾ ആരുമില്ലെന്നുള്ളത് ഒരു പ്രത്യേകതയായി നമുക്ക് തോന്നുന്നില്ലേ? വേറൊരു കാര്യം, ഇവരെയൊക്കെ ഈ സെറ്റിൽ വെച്ച് ബലമായിട്ട് കെട്ടിയിട്ട്
ദിവസങ്ങളൊന്നും പലരും പീഡിപ്പിച്ചതാണോ? എങ്ങനെ ആരും പറയുന്നില്ല. അപ്പോൾ സമ്മതം നൽകി വിധേയയായി അതിൽ തുടർന്ന് ഉയരങ്ങളിലെത്തി വളരെ കാശൊക്കെ സമ്പാദിച്ച ശേഷം 10-15 വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങളെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നത് അത്ര കഴമ്പുണ്ടോ? പറയുന്നതിൽ നിയമപരമായി തെറ്റൊന്നുമില്ല. ഇന്ന് ചെയ്ത അപരാധവും പണ്ട് ചെയ്ത അപരാധവും തെളിവുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്, അതിൽ നമുക്കറിയാം. കാലപ്പഴക്കം ഒരു വിഷയമേ അല്ല. എങ്കിലും അതിലൊരു സ്വാഭാവികത കുറച്ച് കുറവല്ലേ എന്ന് ഞാൻ സംശയിക്കും. മറ്റൊരു കാര്യം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തിന് 4.5 വർഷം പൂർത്തിവെച്ചു? ഇത് ആരുടെ താല്പര്യമാണ്? അത് ചില വൻകിടക്കാർക്ക് ചോർത്തിക്കൊടുത്ത് അവരെ ഭയപ്പെടുത്തി അവരിൽ നിന്ന് കോടികൾ തട്ടാൻ ചില അധികൃതർ ഒത്താശ ചെയ്തു എന്ന് ക്രൈം നന്ദകുമാർ പറയുന്നതിൽ എന്തെങ്കിലും ഔദ്യോഗിക ഭാഷ്യമുണ്ടോ? അതിന് മറുപടിയായിട്ട് എന്തെങ്കിലും ഔദ്യോഗികമായി മറുപടിയുണ്ടോ? അത് അറിഞ്ഞാൽ നന്നായിരുന്നു എന്ന് തോന്നുന്നു. അതേപോലെ WCC രൂപീകരിച്ചപ്പോൾ, സ്ത്രീകളുടെ സംഘടന രൂപീകരിച്ചപ്പോൾ, വിമൻസ് ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടന രൂപീകരിച്ചപ്പോൾ പല പ്രമുഖ നടിമാരെ മുൻനിരയിൽ കണ്ടിരുന്നു. ഇപ്പോൾ അവരെയൊന്നും അത്ര കാണാറില്ല. എന്താണ് ഇതിന് കാരണം? ഒരു ഭയം എന്നിട്ടാണോ, അല്ലെങ്കിൽ അവരെ ഒന്നും ആരും പീഡിപ്പിച്ചില്ല എന്ന് പറയുന്നതിൽ അവർക്ക് വൈമുഖ്യം ഉള്ളത് കൊണ്ടാണോ? അതുമറിയില്ല. അമ്പ് കൊള്ളാത്തവരില്ല ഗുരുക്കളിൽ എന്ന് കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞത് ഇവിടെ പ്രസക്തമാണെങ്കിൽ എന്തുകൊണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ മാത്രം ചില എക്സ്ട്രാ നടിമാർ പറയുന്നു? മറ്റ് ഇപ്പോഴത്തെ മുൻനിരക്കാർക്കൊന്നും ഇതിലൊന്നും പരാതിയില്ലേ? അതായത് ഇപ്പോഴത്തെ മുൻനിരക്കാർ പരാതികൾ ഒന്നും ഉണ്ടാകാത്തവരാണോ? നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നാം. പിന്നെ മറ്റൊരു കാര്യം, 10-15 വർഷം മുമ്പ് നടന്ന പീഡനത്തിൽ തെളിവുകൾ എങ്ങനെ കിട്ടാനാണ്? ഇതിന് ഈ പുരുഷൻ്റെ രേതസ് സ്ത്രീയുടെ പീഡനത്തിൻ്റെയായ സ്ത്രീയുടെ വസ്ത്രത്തിൽ പറ്റിപ്പിടിക്കണം, അങ്ങനെ തെളിവുകളുണ്ട്. അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ്സ് വേണം, അല്ലെങ്കിൽ ദൃക്സാക്ഷികൾ വേണം, അല്ലെങ്കിൽ സാഹചര്യ തെളിവുകൾ വേണം. 10-15 വർഷങ്ങൾക്ക് മുമ്പ് രഹസ്യമായി നടന്ന കാര്യങ്ങൾ ഇവരുടെ മൊഴിയല്ലാതെ വേറെ എന്തെങ്കിലും തെളിവുണ്ടോ? കോടതിയിൽ ചെന്നാൽ ഇതൊക്കെ നിലനിൽക്കുമോ? അതൊക്കെ നമുക്കറിയില്ല. അപ്പോൾ ഇതൊക്കെ ഒരു പ്രഹസനമാണോ? എല്ലാവരും ചേർന്നുള്ളൊരു ഒത്തുകളിയാണോ എന്നൊക്കെ ന്യായമായിട്ട് നമുക്ക് സംശയം തോന്നാം. അങ്ങനെ സംശയം സാധാരണക്കാരായി നമുക്കൊക്കെ തോന്നിയാൽ അതിൽ അത്ഭുതപ്പെടാനില്ല. ഈ പറയുന്നത് നമുക്ക് സ്ത്രീ വിരോധി ആയതുകൊണ്ട്, ഒരു മെയിൽ ഷോവിനിസ്റ്റ് ആയതുകൊണ്ട് ഒന്നുമല്ല. ഈ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാനാണ് വഴി. അവരോടൊക്കെ നമുക്ക് സഹതാപമുണ്ട്. നമ്മൾ അവരോടൊപ്പം നിൽക്കുന്നു. പീഡകർക്ക് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കണം. പക്ഷേ ഒരു കാര്യം കൂടി പറയട്ടെ. ഈ സമീപകാലത്ത് ഒരു പ്രമുഖ മലയാള നടിയെ തട്ടിക്കൊണ്ടുപോയി മറ്റൊരാൾ കൊട്ടേഷൻ കൊടുത്ത് ഒരു വാനിൽ വെച്ച് മൃഗീയമായി പീഡിപ്പിച്ച ഒരു സംഭവം നമുക്കറിയാം. ആ നടിയുടെ പേര് നിങ്ങൾക്കറിയാം, ഞാൻ പറയുന്നില്ല. അവരുടെ കേസ് ഇതോട് കൂട്ടിക്കൊടുക്കരുത്. അത് വ്യത്യസ്തമായ കേസാണ്. അവരുടെ സമ്മതമില്ലാതെ ബലാത്കാരമായാണ് അവരെ അന്ന് പീഡിപ്പിച്ചത്. ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പീഡിപ്പിച്ച ആളും അതിനവരെ കൊട്ടേഷൻ നൽകിയ ആളും ഇന്നും കോടതി കയറിയിറങ്ങുകയാണ്. ആ കേസും ഇപ്പോൾ വരുന്ന ഈ റെവലേഷൻസും ഒന്നും തമ്മിൽ ബന്ധപ്പെടുത്തേണ്ടത് അത് വ്യത്യസ്ത കാര്യമാണ്. അവരോട് നമ്മൾ 100% നിൽക്കുന്നു. ഈ പീഡിപ്പിക്കപ്പെട്ട യുവനടിയുടെ കൂടെ നമ്മൾ 100% നിൽക്കുന്നു. PT തോമസും സംവിധായകൻ ലാലും മാത്രമല്ല, നമ്മളെല്ലാവരും അവരുടെ കൂടെ നിൽക്കുന്നു. ഇപ്പം പറയുന്ന പുതിയ ഈ വെളിപ്പെടുത്തലുകൾ, അങ്ങനെ ആ പറയുന്ന നടികളുടെ കൂടെയും നമ്മളുണ്ട്. പക്ഷെ അവർ തെളിവുകൾ ഹാജരാക്കണം. അല്ലാതെ നമ്മൾ ചുമ്മാ പറഞ്ഞുകൊണ്ട് മാത്രമായിരിക്കും. ചിലപ്പോൾ അവർ യഥാർത്ഥത്തിലും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവാം. അത് നമുക്കറിയില്ല. അവരതിൻ്റെ വേണ്ട തെളിവുകൾ നൽകിയാൽ മാത്രമേ നമുക്കത് വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ. എന്തായാലും കുറ്റം ചെയ്തവർ ആരായാലും, ആണായാലും പെണ്ണായാലും, സംവിധായകനായാലും നടനായാലും ആരായാലും അവർക്ക് അർഹിക്കുന്ന ശിക്ഷ കിട്ടണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നിങ്ങൾക്കെവർക്കും ഗുഡ് ബൈ. ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ. താങ്ക് യു.